ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി ഞാൻ ഇപ്പോൾ ദുബായിൽ വന്നിട്ട് കുറേ ദിവസമായി. എന്നിട്ട് ഞാൻ വന്ന ദിവസം എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. എന്നിട്ട് അവിടുത്തെ ചെറിയൊരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വന്നാലോ. ഇനി കുറേ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്, നല്ല രീതിയിൽ വീഡിയോ ചെയ്യണമെന്നുണ്ട്, ദുബായിലേക്ക് ചെയ്യണം. എന്നിട്ട് നേരെ നമുക്കൊരു വീഡിയോയിലോട്ട് പോയാലോ. എൻ്റെ ദുബായിൽ ആദ്യത്തെ ദിവസം രാവിലെ എനിക്ക് നല്ല ദോശയും ചമ്മന്തിയും പുൾസയൊക്കെ ഉണ്ടാക്കി തന്ന എൻ്റെ മൂത്ത കസിൻ്റെ വൈഫ് കൃഷ്ണയാണ്. അതിനുശേഷം ഞാൻ ഒരു പഴമൊക്കെ കഴിച്ചിരുന്നപ്പോൾ ബാൽക്കണിയിൽ ഒരു കിളിയൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ അതിനെയും കണ്ടിരുന്ന് സമയം പോയി. ഇതാണ് ഞാൻ കൊണ്ടുവന്ന പെട്ടി. ഒരു 30 കിലോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴത്തേക്ക് നല്ല ചോറും മീൻ വറുത്തതും മീൻ കറിയും തോരനെല്ലാം കൂട്ടി ഒരു ചോറൊക്കെ തിന്ന് അവിടെ ഇരുന്ന് വൈകിട്ടായപ്പോഴത്തെ എൻ്റെ കസിന്മാർ വന്ന് 2 കസിന്മാരും ജോലിക്ക് പോയിട്ട് വന്ന് അവരുടെ കൂടെ വെളിയിലോട്ട് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ നേരെ ഒരു ഷോപ്പിലോട്ട് പോയി. മറിയപ്പാസ് എന്ന് പറയും. ഇവിടെ ഒരു ചീസ് കേക്ക് കിട്ടും. എൻ്റെ പൊന്നെ, ഒരു കിണ്ണം കാച്ചായിട്ട് സാധനം തന്നെ ഇത്. അങ്ങനെ അതും മേടിച്ച് കഴിച്ച്. ഇത് മാരക സാധനമാണ്. ഞാൻ ഒരു 3 വർഷം കൊണ്ട് ഷുഗർക്കട്ട, പക്ഷേ ഈ സാധനം ഞാൻ കുറേ തിന്ന് അടിപൊളി ഒരു സാധനം. ട്രൈ ചെയ്യാത്തവർക്ക് ഷാർജയിലുണ്ടെങ്കിൽ വന്ന് കഴിച്ചു നോക്കുക. കിടില ഒരു സാധനമാണ്. അതിനുശേഷം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് നേരെ അനിയൻ്റെ ഫ്ലാറ്റിലോട്ട് പോയി. അനിയൻ ഫ്ലാറ്റ് ചേഞ്ച് ചെയ്യുന്നു. അന്നേരം അവൻ്റെ സാധനമെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് നേരെ കാറിൽ കയറ്റി അടുത്ത ഫ്ലാറ്റിലോട്ട് പോവുക. ഈ നിൽക്കുന്ന ഫ്ലാറ്റിന് കുറച്ച് സ്പേസ് കുറവാണ്. അന്നേരം കുറച്ച് വലിയൊരു ഫ്ലാറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാണ് അവൻ ചേഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ സാധനമെല്ലാം കയറ്റി നേരെ അടുത്ത പുതിയ ഫ്ലാറ്റിൽ എത്തി. സാധനമെല്ലാം ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് നേരെ ഇനി തിരിച്ചു പോകണം. ഇനി പോകുന്നത് നേരെ തിരിച്ച് ദുബായിലോട്ടാണ്. അപ്പം ഇതേ ഉള്ള ചെറിയ വീഡിയോ ആണ്. ഇത് നമ്മുടെ ഷാർജ ദുബായ് ബോർഡറിലാണ് ഫ്ലാറ്റ് എടുത്തത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ദുബായിലെത്തി. രാത്രി ഒരു മന്തിയൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ കിടക്കാൻ പോകണം. അപ്പം ശരി എന്നാൽ.